പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഈ വചനഘോഷത്തോടനുബന്ധിച്ച് ഈ ദേശത്തും കടന്നു വരുവാൻ നിങ്ങളുടെ മധ്യത്തിൽ വചനം ഘോഷിപ്പാൻ ഇങ്ങനൊരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് കടന്നു വന്നത് നമുക്കൊരുമിച്ച് അനുഗ്രഹമായി തീരുവാനായി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ഞങ്ങളെ അല്പസമയം ശ്രദ്ധിക്കണമെന്ന് ഞാൻ വിനീതമായി ഓർപ്പിക്കുന്നു. സത്യവചനങ്ങൾ നമ്മൾ കേൾക്കുക, അത് പഠിക്കുക, അതിന് പ്രകാരം ജീവിക്കുക, നിത്യതയിൽ കടന്നു പോകാൻ അത് അനിവാര്യമാണെന്ന് കഴിഞ്ഞ കാലങ്ങളൊക്കെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഒന്നുകൂടെ ഓർപ്പിച്ച് ഉണർത്തുവാൻ വേണ്ടി നിങ്ങളുടെ മധ്യത്തിലേക്കും ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അല്പസമയം നിങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ പറയുന്ന വചനങ്ങൾ കേൾക്കുക, അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക, അത് നിങ്ങളെ നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ഉദാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം ദൈവസേനയിലായിരിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനം അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ ഹൃദയങ്ങൾ അത് പ്രവർത്തിക്കുവാൻ, ഒരു മാനസാന്തരത്തിലേക്ക്, ഒരു പുതുക്കത്തിലേക്ക് നടത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായി നമുക്ക് അല്പസമയം ദൈവസേനയിലായിരിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് കർത്താവെ വചനഘോഷത്തോടനുബന്ധിച്ച് ഈ പ്രദേശത്ത് കടന്നു വരുവാൻ കർത്താവെ നിന്റെ മക്കളുടെ മധ്യത്തിൽ അല്പസമയമായിരിക്കാൻ തക്കണം ഒരുക്കി തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ സത്യവചനങ്ങൾ ഘോഷിപ്പാൻ തക്കണം കർത്താവെ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രദേശത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവെ വചനം സംസാരിക്കുമ്പോൾ അത് അനേക ഭവനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളെ ശ്രമിക്കുന്നവർക്ക് അതിന് വിടുതലിന് കാരണമായി തീരുവാൻ, ദൈവപ്രവൃത്തി കാരണമായി തീരുവാൻ കർത്താവ് ഇവിടുന്ന് സഹായിക്കണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ വിഷയത്തിന് മുഖത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം വായിച്ച് അവരെ വിടിപ്പിക്കണമേ. ദൈവപ്രവൃത്തി കാണുവാൻ ഇടയാകണമേ. സത്യദൈവത്തെ കണ്ടുമുട്ടുവാൻ, ദൈവത്തിലേക്ക് ആശ്രയം വയ്ക്കുവാൻ, കർത്താവിൽ ആശ്രയിക്കുന്നവരായി തീരുവാൻ നിന്റെ മക്കളെ അവിടുന്ന് ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്ന കർത്താവെ ഈ വചനം സംസാരിക്കുമ്പോൾ ഓരോ ഹൃദയങ്ങളോടും കർത്താവ് അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുമാറണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിന് സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ദേശത്തിന് ഒരു വിടുതലിന് കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോട് അല്പസമയമായിരിക്കാൻ അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കാം. ഭവനങ്ങളിലായിരിക്കുന്നവർ അല്പസമയം ഒരു 15 മിനിറ്റ് ഈ വചനം ശ്രമിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുന്നു. വചനം സംസാരിക്കാനായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സോളമനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു. കഴിഞ്ഞ രാത്രി നമ്മെ വിട്ട് കടന്നുപോയി. പ്രഭാതം ദൈവം ദാനമായി തന്നു. കഴിഞ്ഞ രാത്രി ഉറങ്ങിയവർ പ്രഭാതം കാണാതെ ലോകത്ത് അനേകർ മൺമറഞ്ഞു. എന്നാൽ ദൈവം നമുക്ക് ഒരിക്കൽ കൂടെ ഒരു ദിനം കൂടെ ദൈവം നമുക്ക് ആയുസ് തന്നു. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, നമ്മളോടുള്ള ദൈവത്തിൻ്റെ കരുതലാണ്. നമ്മുടെ പ്രാണൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മുടെ പ്രാണൻ ദൈവത്തിൻ്റെ ഭാണ്ഡത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ഭാണ്ഡമുണ്ട്. ആ ഭാണ്ഡത്തിൽ നമ്മുടെ പ്രാണൻ സുരക്ഷിതമാണ്. അത് സുരക്ഷിതമാകണമെങ്കിൽ ദൈവമുള്ളവരായി ജീവിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറണം. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവരായി മാറണം. ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവരായി മാറണം. ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരായി മാറണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം എന്തിനാണ് ഞങ്ങളെ ഇവിടെ അയച്ചിരിക്കുന്നത് എന്നുള്ള ചിന്ത ആദ്യം തന്നെ ഉണ്ടാവണം. ഞങ്ങളിവിടെ അടുത്ത് നമ്മുടെ കുമ്പനാട് IPC എലിം ചർച്ചിനോടുള്ള ബന്ധത്തിലാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരു ആത്മഭാരമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്.
അപ്പൊ ഞങ്ങൾ അല്പസമയങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അടുത്ത സമയങ്ങൾ നമുക്കുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണ്. എന്നാൽ ആയുസ്സും ആരോഗ്യവും ദൈവമാണ് തരുന്നത്. ആ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് ജീവിക്കുക. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മാവിന്റെ വില എന്നുള്ളതാണ് ഏറ്റവും വലുത്. ആത്മാവിന്റെ വില എന്ന് പറയുന്നത് സർവ്വലോകത്തെക്കാട്ടിലും വിലയുള്ളതാണ്. ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നേടുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനം? അപ്പൊ സർവ്വലോകത്തെക്കാട്ടിലും വിലയാണ് ഒരാത്മാവിന്റെ വില എന്ന് പറയുന്നത്. ഇത് നശിച്ചു പോകരുത്. സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ സൃഷ്ടികൾ ആരും നശിച്ചു പോകരുത്, അവര് നിത്യതയിൽ വരണം, നിത്യതയിൽ അവരെത്തണം. അതാണ് സൃഷ്ടിതാവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് വിരോധമായി നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്, ഇരുട്ടിന്റെ ശക്തിയാണ് പിശാച്. അവൻ ആഗ്രഹിക്കുന്നത് സൃഷ്ടികളെ തെറ്റിച്ച് നിത്യ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിത്യ നരകമുണ്ട്, നിത്യ സ്വർഗവുമുണ്ട്. അപ്പൊ നരകം ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല. ദൈവം ഒരുക്കിയിരിക്കുന്നത്, നരകം ഒരുക്കിയിരിക്കുന്ന പിശാചിന. അത് ബൈബിൾ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് നിങ്ങൾ പോവുകയും. അപ്പോൾ പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് നരകം ഒരുക്കിയിരിക്കുന്നത്. സൃഷ്ടികൾ നരകത്തിൽ പോകാൻ ആരും ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പം ഉടമസ്ഥൻ, ആത്മാക്കളുടെ ഉടമസ്ഥൻ ദൈവമാണ്. അപ്പം ഉടമസ്ഥനായിരിക്കുന്ന ദൈവത്തിന് മാത്രമേ നമ്മളെ കുറിച്ച് ഉത്തരവാദിത്തമുള്ളൂ, ഭാരമുള്ളൂ. ലോകത്തിൽ ആർക്കാരെ കുറിച്ച ഭാരം? നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ഭാരമുള്ളത് നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ. ഇതിൽ കൂടുതൽ എന്താ ഭാരം? അയലത്തുള്ളവരെ കുറിച്ച് പോലും എത്രത്തോളം ഭാരമുണ്ട് നമുക്ക്. കുറച്ചുകൂടെ അകന്നു പോയി കഴിഞ്ഞാൽ എന്തോ ഭാരമാണ്. പക്ഷേ ഭാരമുള്ള ഒരാളുണ്ട്, നമ്മുടെ ആത്മാവിനെ കുറിച്ച് വളരെ ഭാരമുള്ള ഒരാളുണ്ട്. ആ ഭാരമുള്ള ആളാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് അല്പസമയങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ സംസാരിക്കട്ടെ. ദൈവത്തിന്റെ വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഈ കുമ്പനാട് ദേശമൊക്കെ വളരെ ദൈവത്തെ സേവിക്കുന്നവരും മാനിക്കുന്നവരും ദൈവത്തിന്റെ വചനം അറിയാവുന്നവരും. എന്നാൽ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. എങ്ങനെയാവുന്നു നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? ഇപ്പോഴെങ്ങനെയാവുന്നു? ഇപ്പോൾ നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നു? കർത്താവ് നമ്മുടെ പ്രാണനെ വിളിച്ചാൽ നമ്മൾ എവിടെ ചെന്ന് ചേരും? എവിടെ ചെന്ന് ചേരുമെന്നുള്ളത് ചിന്തിക്കണം. ഈ നിൽക്കുന്ന നിൽപ്പിൽ, ഞങ്ങളെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചിന്തിക്കണം. ഇപ്പോൾ നമ്മുടെ ആത്മാവിനെ വിളിച്ചാൽ, പ്രാണനെ വിളിച്ചാൽ നമ്മൾ എവിടെ ചെയ്യും? ആ ചോദ്യം, അതിന് മറുപടി ഉണ്ടോ? ഇവിടെ ചെന്ന് അവസാനിക്കും, ഉറപ്പുണ്ടോ? അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഉറപ്പുള്ളവരായിരിക്കണം. ഉറപ്പ് പ്രാപിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിന് പന്തിപക്ഷഭേദമൊന്നുമില്ല. ദൈവത്തിന് എല്ലാവരും ഒരുപോലെ ഉള്ളൂ. ധനവാനും ദരിദ്രനും ഒക്കെ ദൈവത്തിന് ഒരുപോലെ ഉള്ളൂ. ഇതൊക്കെ ദൈവത്തിന്റെ ദാനമായി കാണപ്പെടുന്ന നന്മകളൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ ധനം, ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിലുള്ളതാ. പക്ഷെ ഇതൊക്കെ ഇതിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നുവെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതയാത്രയിൽ തന്നിരിക്കുന്ന സുഖങ്ങളും നന്മകളും പദവികളുമെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. സുഖങ്ങളും സൗകര്യങ്ങളും തന്നിരിക്കുന്ന നന്മകളും തലമുറകളും വസ്തുവകകളും വീടും നന്മകളും എല്ലാം ദൈവത്തിന്റെ ദാനമാണ് നമ്മൾ വിശ്വസിക്കണം. എന്നാൽ നന്മകൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നന്ദിയുള്ളവരായി ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് ധനവാനും
ദരിദ്രനായിരിക്കുന്ന ലാസറിനെ കുറിച്ച്. ദരിദ്രനായിരിക്കുന്നവരിൽ ആ മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അദ്ദേഹം ഒരു ദരിദ്രനായിരുന്നു. ലോകത്തിൽ അദ്ദേഹം ഒരു ദരിദ്രനായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയോ മക്കളോ ഒന്നും ബൈബിൾ പറയുന്നില്ല, നന്മകളൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ധനവാന്റെ പടിപ്പുരക്കിലാണെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പടിപ്പുരക്കിലാണ്. അപ്പോൾ സ്വന്തമായിട്ട് വീടില്ല. ഒരു ധനവാന്റെ പടിപ്പുരക്കിൽ കിടക്കുക, സ്വന്തമായിട്ട് വീടില്ല. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞതാ. വ്രണം രോഗമാണ്. അദ്ദേഹത്തെ ചികിത്സിക്കാനൊന്നും ആരുമില്ല, രോഗിയാണ്. പിന്നെ അദ്ദേഹം കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ. അപ്പനുറുക്ക് ആരെങ്കിലും എടുത്തു കൊടുത്താൽ അദ്ദേഹം കഴിച്ചു. പക്ഷെ ധനവാൻ അദ്ദേഹത്തോട് വലിയ കരുണയുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. ഈ ദരിദ്രനോട് വലിയ കരുണയുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പടിപ്പുരക്കിലെങ്കിലും താമസിപ്പിച്ചത്. എന്നാൽ ഈ ദരിദ്രൻ മരിച്ചു. ഒരു ദിവസം മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഇവിടെ ദരിദ്രനെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത്. ധനവാൻ എന്ന് പറയുന്ന മനുഷ്യനും മരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ആഡംബര ജീവിതമായിരുന്നു. നമുക്ക് ആ ഭാഗം കാണുവാൻ കഴിയുന്നുണ്ട്. ധൂമ്രവസ്ത്രം ധരിച്ചും പട്ടു ധരിച്ചുമൊക്കെ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ എല്ലാ നന്മകളും ഭൂമിയിലുണ്ടെങ്കിലും സൃഷ്ടിതാവിനെ മറന്നുപോയി. ലോകത്തിലുള്ള തന്റെ 5 സഹോദരങ്ങളോട് വലിയ കരുണയുണ്ടായിരുന്നു. വലിയ കരുണയായിരുന്നു, സ്നേഹമായിരുന്നു. അവരൊക്കെ ജീവനോടിരുന്നപ്പോൾ സഹോദരങ്ങളോട് വലിയ കരുണയായിരുന്നു. കൊടുത്തും വാങ്ങിച്ചും സ്നേഹിച്ചും ഒക്കെ മുന്നോട്ട് ജീവിച്ച ആളാ. പക്ഷെ അദ്ദേഹവും മരിച്ചു. അതിനുശേഷം രണ്ടുപേരും അവർ ആത്മാക്കൾ 2 സ്ഥാനത്ത് ചെന്നു. അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്ഥലവും യാതനാ സ്ഥലവും അവിടെ കാണുന്നു. യാതനാ സ്ഥലത്തേക്ക് ധനവാൻ ചെന്നുകയറുന്നു. ദരിദ്രൻ അബ്രഹാമിന്റെ മടിയിൽ സ്വസ്ഥതയുള്ള സ്ഥലത്തേക്ക് ചെന്നുകയറുന്നു. ആ ഭാഗം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ആത്മാവ് കാണുന്നു, ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാം പിതാവേ, അവന്റെ വിരലിന്റെ തുമ്പുകൊണ്ട് ഒരിറ്റു വെള്ളം എന്റെ നാവിന്മേൽ നനയ്ക്കണമെന്ന് പറയുകയാണ്. അവന്റെ വിരലിന്റെ തുമ്പ് ഉണ്ട്. ദരിദ്രന്റെ എന്റെ നാവിന്മേലൊന്ന് നനയ്ക്കണമേ. ഒരു യാതന. പറയുമ്പോൾ എളുപ്പമാണ്, പഠിക്കുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ചിന്തിക്കുമ്പോൾ അതിഭീകരമാണ്. ഒരു തുള്ളി വെള്ളം എനിക്ക് തരണമേ, ഒരു തുള്ളി വെള്ളം തരണമേ. നടക്കത്തില്ല. നിനക്കും അവനും തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട്. വലിയൊരു പിളർപ്പുണ്ട്. അവന് ഇങ്ങോട്ട് വരുവാൻ പറ്റത്തില്ല, നിനക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. വലിയൊരു പിളർപ്പാണ്. പിന്നെ ഒരു കാര്യം കൂടെ ധനവാൻ അപേക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ സഹോദരങ്ങൾ 5 പേരുണ്ട് ഭൂമിയിൽ. എനിക്ക് പ്രിയപ്പെട്ടവർ അവർ മാത്രമേ ഉള്ളൂ. അവരിങ്ങോട്ട് വരരുത്. അതുകൊണ്ട് ഇവനെ ഒന്ന് അങ്ങോട്ട് അയക്കണമെന്ന് പറയുകയാണ്. ഇവനെ ഒന്ന് അങ്ങോട്ട് അയച്ചാൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് അവർക്ക് പ്രത്യക്ഷപ്പെട്ടാൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറയുന്നു. പക്ഷേ ദൈവത്തിന്റെ വചനം അവിടെ അതിന് മറുപടി പറയുന്നത്, അതിന് മോശയും പ്രവാചകന്മാരുമുണ്ട്. അവരുടെ വാക്ക് കേൾക്കുന്നില്ല എങ്കിൽ അവരും ഇങ്ങോട്ട് വരട്ടെ. ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് മോശ കടന്നുപോയി, പ്രവാചകന്മാര് കടന്നുപോയി. ഈ തലമുറയിലും ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുക. മോശയ്ക്കും പ്രവാചകന്മാർക്കും തുല്യമായ ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുക. ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ വായിൽ ദൈവത്തിന്റെ വചനമാണ്. ഇതനുസരിക്കുന്നില്ല എങ്കിൽ അവരും ഇങ്ങോട്ട് പോരട്ടെ. ഇവിടെ താൽക്കാലികമാണ് ജീവിതം, താൽക്കാലികമാണ്. ഇവിടെ ക്ഷണികമാണ്, ഇത് നശ്വരമാണ്, കാണുന്നതെല്ലാം മായയാണ്.
നമ്മൾ ഒരു യാത്രികരാണ്, നമ്മളൊരു സഞ്ചാരികളാണ്. നമ്മൾ സത്രത്തിൽ വസിക്കുന്നത് പോലെ വസിക്കുകയാണ്. നന്മകളൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് പിന്നെ എന്താ ഉള്ളത്? ഒന്നുമില്ല. കുറച്ചു കാലം കൂടെ മാത്രം, കുറച്ചു കാലം കൂടെ മാത്രമേ നമുക്കുള്ളൂ. നമ്മളിവിടെ ചെന്ന് അവസാനിക്കും. എവിടെ ചെന്ന് അവസാനിക്കും? എവിടെ ചെന്ന് അവസാനിക്കും? ദൈവം സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അബ്രഹാമിന്റെ അടുക്കൽ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന അബ്രഹാമിന്റെ അടുക്കൽ ദൈവദൂതന്മാർ കടന്നു എന്ന് സോദോമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ലോത്ത് പാർക്കുന്ന സോദോമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവദൂതന്മാർ ചോദിക്കുവാൻ വേണ്ടി അബ്രഹാമിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ അബ്രഹാമിനോട് ഒരു കാര്യം ചോദിക്കുന്നു. അബ്രഹാം ദൈവത്തോട് ഒരു കാര്യം ചോദിക്കുന്നു. ലോത്ത് വസിക്കുന്ന ദേശം, ആ ദേശനിവാസികൾ ദൈവത്തിൽ നിന്നകന്ന് ദുഷ്ടന്മാരായി മാറിയിരിക്കുക. ദൈവത്തിൽ നിന്നകന്ന് ദുഷ്ടന്മാരായി മാറിയിരിക്കുക. ദുഷ്ടന്മാരായി മാറിയിരിക്കുക. എന്നാൽ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കും. ദൈവം പറയാം, ആ ദേശത്തെ നശിപ്പിക്കും. നോക്കുമ്പോൾ ആരുമില്ല. പാപം നിറഞ്ഞൊരു അനുഭവം ആ ദേശം. വ്യക്തികൾ പാപം നിറഞ്ഞൊരു അനുഭവമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. പക്ഷേ ഇടിവിൽ നിൽക്കുന്ന അബ്രഹാമിനെ കാണുവാൻ കഴിയുന്നു. അബ്രഹാം ചോദിച്ചു, ദൈവമേ, ഈ ദേശത്ത് 50 പേരുണ്ടെങ്കിൽ ഈ ദേശത്തെ നശിപ്പിക്കുമോ? ദൈവം പറയുന്നു, 50 പേരുണ്ടെങ്കിൽ ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കുകയില്ല. 40 പേർ ഈ ദേശത്തുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല. 30 പേർ ഈ ദേശത്തുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല. 20 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല. 10 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല. അവസാനം അബ്രഹാം ചോദിക്കുന്നത്, 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ 10 പേരുണ്ടെങ്കിൽ ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കുകയില്ല എന്ന് അബ്രഹാമിനോട് ദൈവം ഉറപ്പ് കൊടുത്തു. പക്ഷേ ആ ദേശത്തേക്ക് ദൈവം നോക്കിയപ്പോൾ, സോദോമിലും ഗൊമോറയിലുമുള്ള ദേശത്തെ നോക്കിയപ്പോൾ അവിടെ ആരും ദൈവത്തെ അറിയുന്നവരില്ല. ആ ദേശത്തെ ദൈവം ആകാശത്ത് നിന്ന് ഗന്ധകമിറക്കി, തീയിറക്കി ആ ദേശത്തെ കത്തിച്ച്, ഇന്ന് കാണപ്പെടുന്ന ചാവുകടൽ എന്ന് പറയുന്ന സ്ഥലം അതിനെ കത്തിച്ച് വെണ്ണീറാക്കി മാറ്റി. ചാവുകടൽ എന്ന് പറയുന്ന സ്ഥലം അതിനെ വെണ്ണീറാക്കി ദൈവം മാറ്റി. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, 10 പേരെങ്കിലും ഈ ദേശത്തുള്ളത് കൊണ്ടാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. 10 പേരെങ്കിലും ഈ ദേശത്ത് ദൈവത്തോട് നിലവിളിക്കുവാൻ ദൈവസ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ദേശത്ത് ദൈവം നിർത്തിയിരിക്കുന്നത്. ഒരു കുലുക്കം വന്നാൽ നമ്മൾ ഇതെല്ലാം ഇട്ട് ചൂടും. ആരും ഇവിടെ ഈ കെട്ടിട നമ്മുടെ ബംഗ്ലാവിനകത്തൊന്നും ആരും കിടക്കത്തില്ല. എല്ലാം ഒരു കുലുക്കം വന്നു കഴിഞ്ഞാൽ. പക്ഷെ കുലുക്കാതെ നിലനിർത്തിയിരിക്കുന്നത് ദൈവമാണ്. കുലുക്കാതെ നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. തന്നിരിക്കുന്ന നന്മകളൊക്കെ തകർന്നു പോകാതെ നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. കർത്താവേ, എനിക്ക് തന്ന നന്മ ദൈവത്തിന്റെ ദാനം. ഭൂമി ദൈവത്തിന്റെ ദാനം, ഭവനം ദൈവത്തിന്റെ ദാനം, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനം, നന്മകൾ ദൈവത്തിന്റെ ദാനം. ഒന്നും പ്രശംസിക്കുവാനില്ല. പക്ഷേ നമ്മുടെ ജീവിതം, അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മാവ്, ഏറ്റവും വിലയുള്ളത് ആത്മാവാണ്. ആത്മാവ് നശിച്ചു പോകരുത്. എല്ലാം കൈവിട്ടു പോകും, എല്ലാം നശിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് ഒരു ദിവസം നമ്മൾ കണ്ണടയ്ക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ ശവക്കുഴി വരെ മാത്രമേ വരുത്തുള്ളൂ. അത് കഴിഞ്ഞ് അവർ തിരികെ പോകും. അവരും ആ അനുഭവത്തിൽ കൂടി കടന്നു പോകും. പക്ഷെ ഞാൻ ഓർപ്പിക്കുന്നത്, ഇവിടെയും അവിടെയും സ്നേഹിക്കുവാൻ ഒരാളുണ്ട്. നമ്മെ സ്നേഹിക്കുവാൻ ഒരാളുണ്ട്. ആർക്കും നമ്മെ സ്നേഹമില്ലെങ്കിലും, ആർക്കും നമ്മളോട് സ്നേഹമില്ലെങ്കിലും സ്നേഹിക്കുവാൻ ഒരുവനുണ്ട്. ദരിദ്രനെ സ്നേഹിക്കുവാൻ, അവനോട് അല്പമെങ്കിലും കരുണ കാണിച്ചത് ആ ധനവാനായിരിക്കുന്ന മനുഷ്യനാണ്. അല്പമെങ്കിലും കരുണ കാണിച്ചത്. നമ്മളെ സ്നേഹിക്കുവാൻ ആരുമില്ലെങ്കിലും അയച്ചാളും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഈ പ്രാണൻ ദൈവത്തിന് വിലയേറിയതാണ്. സർവ്വലോകത്തെക്കാട്ടിലും വിലയുള്ളതാണ്.
ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല എങ്കിലും നമ്മളെ സ്നേഹിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ സമയം അധികം നീട്ടുന്നില്ല. കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഞാൻ പേപ്പറിനകത്ത് ഒരു കാര്യം വായിക്കാനിടയായി. പത്തനംതിട്ട ഭാഗത്ത് അവിടെ ഒരു കിളി, അതിന് കൂട്ടിൽ നിന്ന് അതിന്റെ കുഞ്ഞ് താഴെങ്ങാണ്ട് വീണു. ഒരു മഞ്ഞ കിളി അത് താഴെ വീണു. അതിനെന്തോ ചെറിയ പരിക്കുകളൊക്കെ പറ്റി റോഡിൽ കിടക്കുമ്പം ഒരു മനുഷ്യൻ അതുവഴി വന്ന് അതിനെ എടുത്തുകൊണ്ട് വീട്ടിൽ പോയി അതിനെ ശുശ്രൂഷിച്ചു. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം എന്നെ ചിന്തിപ്പിച്ചത്, 2 കിലോമീറ്റർ ആ വീട് കിടന്ന സ്ഥലവുമായി 2 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. ആ കുഞ്ഞിനെ കൊണ്ടുപോയി പരിചരിച്ച് അധികം ദിവസമായില്ല, ആ തള്ളക്കിളി പറന്ന് 2 കിലോമീറ്റർ ദൂരത്തിൽ ആ മനുഷ്യന്റെ വീട്ടിലെത്തി ഈ കുഞ്ഞിനെ കണ്ടു. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ദൈവത്തിന് സ്തോത്രം. ഒരു കുഞ്ഞ് നശിക്കുമ്പോൾ, ഒരു കിളിക്കുഞ്ഞ് നശിക്കുമ്പോൾ അതിന്റെ തള്ള ദുഃഖിച്ച് എന്റെ കുഞ്ഞെന്തിയെ, എന്റെ കുഞ്ഞെന്തിയെ, എന്റെ കുഞ്ഞെന്തിയെ, അത് പറക്കുവാൻ തുടങ്ങി. 4 പാടിലേക്കും പറക്കുവാൻ തുടങ്ങി. പറന്ന് 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 എവിടെ എന്റെ കുഞ്ഞ്, എവിടെ എന്റെ കുഞ്ഞ്, എവിടെ എന്റെ കുഞ്ഞ്. അത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തപ്പിയെടുത്ത എന്റെ കുഞ്ഞിനെ, ആ കുഞ്ഞിനെ തീറ്റി കൊടുക്കുന്ന വാർത്ത ഒരാഴ്ചക്ക് മുമ്പ് പടം വന്നിട്ടുണ്ട്. മലയാള മനോരമ പടത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഒരു കിളിക്ക് അതിന്റെ കുഞ്ഞിനെ അത് നഷ്ടപ്പെട്ട് കാണുന്നില്ല, എങ്കിലും അത് ഉപേക്ഷിച്ചില്ല അതിന്റെ മാതൃസ്നേഹം. ഒരു കിളിക്ക് അതിന്റെ കുഞ്ഞിനോടൊരു മാതൃസ്നേഹമുണ്ടെങ്കിൽ സൃഷ്ടിച്ച ദൈവം, കോടാനുകോടി ജനങ്ങൾ ഈ ഭൂമിയിൽ പാർക്കുന്നു, നമ്മളോടുള്ള ദൈവത്തിന്റെ വലിയ സ്നേഹം മനസ്സിലാക്കണം. നമ്മളോടുള്ള ദൈവത്തിന്റെ വലിയ സ്നേഹം മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നടന്ന സംഭവമാണ്. ഈ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ ആറ്റുതീരത്തുകൂടെ മീനിനെ പിടിക്കുവാൻ വേണ്ടി പഴയ കാലത്ത് തെറ്റാലി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. തെറ്റാലി, അത് അമ്പും വില്ലും പോലുള്ള സാധനമാണ്. ഇങ്ങനെ വലിയ വലിയ മീനുകളെ പിടിക്കുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ ആറ്റുതീരത്തൂടെ പോയപ്പോൾ ഒരു വലിയ വാഹമീൻ അതിന്റെ കുഞ്ഞുങ്ങളുമായി ഇങ്ങനെ നിൽക്കുക. മീൻ പിടിക്കുന്നവന് മീൻ കിട്ടിയാൽ മതി, കുഞ്ഞുങ്ങളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം മനസാക്ഷി എത്രയും ഉള്ളൂ. ഈ മനുഷ്യൻ ഈ കണ്ട മീനെ തെറ്റാലിക്ക് തെറ്റിയിട്ട് അദ്ദേഹം ഇതിനെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നദിക്കരയിൽ കൂടെ അദ്ദേഹം മുന്നോട്ട് പോവുക. നദിക്കരയിൽ കൂടെ മുന്നോട്ട് പോയി, വളരെ ദൂരം മുന്നോട്ട് പോയി. പക്ഷേ കുറെ കഴിഞ്ഞപ്പം ഈ മീന് ശക്തിയുണ്ടായി. അദ്ദേഹം ആ മീന് കയ്യിലിരുന്ന് പടച്ച് ആ മീന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ നദിയിലേക്ക് തന്നെ വീഴുവാനിടയായി. അദ്ദേഹം അവിടെ എല്ലാം നോക്കി, നദിയിലേക്ക് തന്നെ വീണ മീനിനെ അദ്ദേഹം അവിടെ എല്ലാം നോക്കി, സമയമെടുത്ത് നോക്കി, പക്ഷേ കണ്ടില്ല. പക്ഷേ അദ്ദേഹം മീൻ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. കുറച്ച് 1-2 ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹം വീണ്ടും തിരികെ വഴിയെ യാത്ര ചെയ്തു. ആ തെറ്റിയ മീനെ തെറ്റിയ ഭാഗത്ത് വന്നപ്പോൾ അദ്ദേഹം കാണുവാൻ കഴിഞ്ഞൊരു സംഗതി, ആ തെറ്റിയ മുറിവേറ്റ ആ കുഞ്ഞുങ്ങളുടെ തള്ളമീൻ ആ കുഞ്ഞുങ്ങളുടെ കൂടെ മുറിവേറ്റ് നിൽക്കുന്നതാണ് കാണുവാൻ കഴിഞ്ഞത്. കുഞ്ഞുങ്ങളുടെ കൂടെ മുറിവേറ്റ് നിൽക്കുന്ന ആ വലിയ തള്ളമീനെയാണ് കാണുവാൻ കഴിഞ്ഞത്. നമ്മൾക്ക് വേണ്ടി മുറിവേറ്റ ഒരു കർത്താവുണ്ട്, നമ്മൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു കർത്താവുണ്ട്. എത്ര ദൂരം അദ്ദേഹം ആ മീനെ കൊണ്ടുപോയോ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീണോ, ആ കുഞ്ഞുങ്ങളെ തേടി ആ മീന് മുറിവേറ്റ് ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെല്ലുവാനിടയായി. ഞാൻ ഓർപ്പിക്കട്ടെ, മുറിവേറ്റ ഒരു കർത്താവ് നമുക്കുണ്ട്. ഇത് ഞാൻ എന്തിനാണ് കർത്താവ് മുറിവേറ്റത്? ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് മുറിവേറ്റത്, കർത്താവ് തകർക്കപ്പെട്ടത്. എന്നോടും നിങ്ങളോടുള്ള സ്നേഹമാണ്. നമ്മളാരും ഇതിന് യോഗ്യരല്ല, നമ്മളാരും ഇതിന് യോഗ്യരല്ല.
നമ്മളാരും ഇതിന് യോഗ്യരല്ല. എന്നാൽ സ്നേഹം, ആ മഹാസ്നേഹം, ആ കിളിയുടെയും മത്സ്യത്തിന്റെയും കാര്യം ഞാൻ ഓർപ്പിച്ചത്, അതിനേക്കാൾ എത്രയോ വിലയുള്ളവരാണ് നമ്മൾ. നമ്മുടെ സൃഷ്ടിതാവ് നമ്മെ സ്നേഹിക്കുന്നു. ഒരിക്കലും തള്ളിക്കളയുകയില്ല, ഒരിക്കലും തള്ളിക്കളയുകയില്ല, ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈ ദൈവവചനം സംസാരിക്കുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നിത്യ നരകമുണ്ട്, നിത്യത എന്ന് പറയുന്ന സ്വർഗമുണ്ട്. നിത്യ നരകത്തെ കുറിച്ച് ഓർപ്പിക്കുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവും പല്ലുകടിയും കരച്ചിലും ദഹനവും കത്തുന്ന പൊയ്കയും എന്നാണ് രണ്ടാമത്തെ മരണത്തെ കുറിച്ച് ഓർപ്പിക്കുന്നത്. ശരീരത്തിൽ നിന്ന് വേർപെടുന്നത് ഒന്നാമത്തെ മരണം, നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുന്നത് രണ്ടാമത്തെ മരണം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന ദൈവത്തിന് വിലയുള്ള ഈ മനുഷ്യൻ നിത്യനരകത്തിൽ ചെല്ലരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക്, സ്വന്തം പുത്രനെ ആയിരിക്കുന്ന കർത്താവ് ദൈവമായിരിക്കെ തന്നെ ഭൂമിയിലേക്ക് മടങ്ങി വന്നു. മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി കൈകളിലും കാലുകളിലും ശിരസിനും ശരീരത്തിനും തകർക്കപ്പെട്ടു. ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഏറ്റുപറഞ്ഞു, 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 ഏറ്റുപറഞ്ഞു. അടുത്ത ദിവസം നമുക്കുള്ളതല്ല, അടുത്ത നാഴിക നമുക്കുള്ളതല്ല, അടുത്ത ദിവസം നമുക്കുള്ളതല്ല, അടുത്ത നാഴിക നമുക്കുള്ളതല്ല. ഏറ്റുപറഞ്ഞു. യേശുവിനെ സ്വന്തരക്ഷകനായി സ്വീകരിക്കുക, യേശുവിനെ സ്വന്തരക്ഷകനായി സ്വീകരിക്കുക, യേശുവിനെ സ്വന്തരക്ഷകനായി സ്വീകരിക്കുക. നാം ഇന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും അടുത്ത ദിവസം മാറ്റപ്പെട്ടാലും നിത്യനരകത്തിൽ പോകരുത്. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. ദൈവം തന്റെ ജനത്തിന് ഒരുക്കിയിരിക്കുന്ന നിത്യതയാണ് അവിടത്തെ കുറിച്ച് പറയുന്നത്, ആ സ്ഥലത്തെ കുറിച്ച് പറയുന്നത്. ദൈവം തന്റെ ജനത്തോട് വസിക്കും, കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഇവിടെ രോഗമുണ്ട്, ഇവിടെ ദുഃഖമുണ്ട്, ഇവിടെ മുറവിളിയുണ്ട്, ഇവിടെ കഷ്ടതയുണ്ട്. നാം കണ്ണടയ്ക്കുമ്പോൾ ആ നിത്യ തുറമുഖത്തിരണം. നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ മുഖം കാണണം. അവിടെ ഒരു സ്വസ്ഥതയുണ്ട്, അവിടെ ഒരു സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ കാലത്ത് ഒരു ചോദ്യം ചോദിച്ചു. മരിച്ചവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് പരീക്ഷന്മാരും സാധുക്കളും ഒരു ചോദ്യം ചോദിച്ചു. യേശു കർത്താവ് അവരോട് മറുപടി പറയാണ്, അവരുടെ സംശയം തീർത്തു കൊടുക്കുകയാണ്. മരിച്ചവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് പഠിക്കുന്നതുമില്ല, അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ എത്രയെന്ന് യേശു കർത്താവ് പറയുകയാണ്. മരിച്ചവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, അവർ സ്വർഗീയ ദൂതന്മാരെ പോലെ, സ്വർഗീയ ദൂതന്മാരെ പോലെ. ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ശേഷം ക്രിസ്തുവിനുള്ളവർ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഒരു ധനാഢ്യനായിരിക്കുന്ന മനുഷ്യന്റെ മകനാണ്, ഒരു കപ്പൽ ഉടമയുടെ മകനാണ്, സമ്പന്നനാണ്, വിദ്യാഭ്യാസം ഉള്ള ഒരു മനുഷ്യനാണ്, അറിയപ്പെട്ട ഒരു മനുഷ്യനാണ്. തന്റെ തല യേശുവിന് വിരോധമായി നിന്ന പൗലോസ് ശൗൽ, അദ്ദേഹം ക്രിസ്തു ശിഷ്യനായി മാറി. 14 ലേഖനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം തല വെച്ചു കൊടുത്തു, യേശു കർത്താവിന് വേണ്ടി തന്റെ തല വെച്ചു കൊടുത്തു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. നല്ല പോർ പൊരുതണം, ഓട്ടം ഓടണം, വിശ്വാസം സൂക്ഷിക്കണം. ഞങ്ങൾ ഇവിടുന്ന് പറയുന്നത് മോശയും പ്രവാചകന്മാരും കടന്നുപോയി. ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഞങ്ങൾ ഈ യേശു കർത്താവിനെ ഉയർത്തും. നിങ്ങളോട് സംസാരിക്കും, നഷ്ടമാക്കി കളയരുത്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ജീവിച്ചു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവദാസമായ നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചാൽ, ഞങ്ങളെല്ലാം വിവിധ സഭകളിൽ നിന്ന് വന്നവരാണ്. ഒരു പെന്തക്കോസ്, IPC ചർച്ച് പെന്തക്കോസ് സഭ. പെന്തക്കോസ് ഞങ്ങൾ ആരും ജനിച്ചു വളർന്നവരല്ല. വ്യത്യസ്തമാകുന്ന സഭകൾ, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഓർത്തഡോക്സ് എന്ന് വന്ന വ്യത്യസ്തമാകുന്ന സഭകളിൽ നിന്നൊക്കെ വന്നവരാ പ്രിയപ്പെട്ട ദേവദാസന്മാർ. ദൈവസ്നേഹമാണ്. അവര് നല്ല നല്ല രാജ്യങ്ങളിലും നല്ല നല്ല ദേശങ്ങളിലും അവർ ജീവിച്ചു. നല്ല ഉന്നതമാകുന്ന പദവികളിൽ അവർ ജീവിച്ചു. എന്തുകൊണ്ടാണ്? ഈ ലോകത്തിലെ നന്മയോ സുഖമോ ഒന്നും നോക്കിയല്ല അവർ വിടുന്നത്.
നിത്യതയാണ് അവർ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ച ദൈവത്തിന്റെ വചനം നശിച്ചു പോകരുത്. ആകാശം മാറും, ഭൂമി മാറും, എന്റെ വചനത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. മാറ്റം വരാത്ത ദൈവത്തിന്റെ വചനം ഊ എന്ന് പറഞ്ഞാൽ ഊവ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ദൈവം ഒരൊറ്റ കാര്യമേ പറയത്തുള്ളൂ, ഊവ്, ഇല്ല, ഒറ്റ കാര്യം മാത്രമേ പറയത്തുള്ളൂ. പക്ഷേ ആ കർത്താവിന്റെ വാക്കിന് വിലയുണ്ട്. കർത്താവ് പറഞ്ഞു, ആകാശം മാറും, ഭൂമി മാറും, എന്റെ വചനത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളോടുള്ള ദേശത്തിനുള്ള ദൂതാണ് ദൈവമായി അറിയിച്ചത്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. വ്യക്തിപരമായും അവനവന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യം അവനവർക്കുള്ളതാണ്. നമ്മളെ ന്യായം വിധിക്കുമ്പോൾ അപ്പനും അമ്മയും കടന്നു വരികയില്ല. നമുക്ക് കൂട്ടിനു വേണ്ടി ആരും കടന്നു വരത്തില്ല. നമ്മളെ ന്യായം വിധിക്കുമ്പോൾ നമ്മളെ നിത്യനരകത്തിലേക്ക് ദൂതന്മാർ തള്ളിക്കളയരുത്. അതുകൊണ്ട് ദൈവമേ, കേൾക്കപ്പെടുന്ന മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയണം, കർത്താവേ, എനിക്കങ്ങേ ഇഷ്ടമാണ്, എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, ഒരിക്കൽ ഞാൻ മരിക്കും, എനിക്ക് നിത്യതയാണ് ആവശ്യം, സ്വർഗമാണ്, സമാധാനമുള്ള ഒരു ദേശമാണ് ആവശ്യം. അതുകൊണ്ട് ആരെല്ലാം തള്ളിക്കളഞ്ഞാലും എന്റെ ദൈവം എന്നെ തള്ളിക്കളയില്ല. ഈ കർത്താവിന് വേണ്ടി അവസാന നിമിഷം വരെ ഞാൻ ജീവിക്കും എന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. യേശു കർത്താവിന് വേണ്ടി ശേഷിക്കുന്ന സമയങ്ങൾ ജീവൻ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, കുമ്പനാട് എലിം സഭ, IPC എലിം സഭ, നിങ്ങൾക്ക് കടന്നു വരാം. ആ ആരാധനയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ഉച്ചയായ സമയത്ത് നമുക്ക് ലഭിച്ച നല്ല വചനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസനെ കൂടി 2 വഴികളെ കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. ധനവാന്റെയും ലാസറിന്റെയും അവസ്ഥകളെ പറ്റി കേൾക്കുവാൻ കഴിഞ്ഞു. ഇന്ന് വൽക്കാലം നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നത് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് നമ്മളെ പ്രകാരമായിരിക്കുന്നു, അപ്രകാരമായിരിക്കും നമ്മൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലാസർ ഈ ലോകത്തിലായിരുന്നപ്പോൾ കഷ്ടങ്ങളുണ്ടായിരുന്നു, ഭാരങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവിടെ കടന്നു ചെന്നപ്പോൾ നിത്യസന്തോഷത്തിലേക്ക് അബ്രഹാമിന്റെ മടിയിലായിരിക്കാൻ തക്കോണം ലാസറിന്റെ ജീവിതത്തിൽ ഇടയാക്കി. എന്നാൽ ധനവാനായിരുന്നു അവൻ. ഈ ലോകത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു. അവൻ ധനികനായിരുന്നു, എല്ലാം അവനുണ്ടായിരുന്നു. എന്നാൽ അവൻ നിത്യതയുടെ അവകാശിയാകാതെ നിത്യാഗ്നിക്ക്, ആ നിത്യ നരകത്തിലേക്ക് അവൻ കടന്നു പോവാൻ തക്കോണം ഇടയായി തീർന്നു. ഇന്ന് പൽക്കാലം ഈ വചനം നിങ്ങളുടെ കാതുകളിൽ കേട്ടിരിക്കുന്നു. നിങ്ങൾ എപ്രകാരമായിരിക്കുന്നത് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യും. ഇന്ന് പൽക്കാലം നമുക്ക് ഏതവസ്ഥയാണ് നമുക്കാണ് ശോധന ചെയ്യുവാൻ ദൈവം അവസരം തന്നിരിക്കുന്നത്. നമ്മുടെ ആത്മാവ് എവിടേക്ക് കടന്നു പോകണം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഒന്ന് മാത്രം ചെയ്താൽ മതി. നമ്മൾ പാവിയാണെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞു ഇന്ന് പൽക്കാലം ആ ദൈവസന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വന്ന, കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ, എന്നെ രക്ഷിക്കണമേ, ഞാൻ പാവിയാണെന്ന് ഒരു ഉറച്ച വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നില്ലെങ്കിൽ ദൈവം നമ്മളെ ചേർക്കുവാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് വൽക്കാലം ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. 2 ഉദാഹരണങ്ങൾ കർത്താവിന്റെ ദാസന് കൂടി കേൾക്കുവാൻ കഴിഞ്ഞു. ഒന്ന് ആ കിളിയുടെ അവസ്ഥ, ഒന്ന് ആ മീനിന്റെ അവസ്ഥ. നമ്മളെ തള്ളിക്കളയാത്തൊരു ദൈവമാണ്. ഇപ്പോഴും നമ്മുടെ ആ ഹൃദയത്തോട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആർ എനിക്ക് വേണ്ടി വാതിൽ തുറക്കുമോ അവരുടെ ഉള്ളത്തിലേക്ക് കർത്താവ് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കാം. കർത്താവേ, എന്റെ ഉള്ളത്തിൽ കർത്താവ് വസിക്കണമേ, എന്നോട് ചേർന്നിരിക്കണമേ, നിന്നിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് ആരാഗ്രഹിക്കുന്നു അവരോട് കൂടെ കർത്താവ് വസിക്കുവാൻ, അവരുടെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരുവാൻ, അവരെ കർത്താവിനോട് ചേർത്തിരിപ്പാൻ, അവരുടെ ഭാരങ്ങളെ മാറ്റുവാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ, അവരുടെ കുറവുകളെ പരിഹരിക്കുവാൻ കർത്താവ് മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് വൽക്കാലം ഈ കേൾക്കപ്പെട്ട വചനം ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ, ഭവനങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ, വ്യക്തികൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ കടന്നു വന്നതും ഞങ്ങൾ ഈ ദേശത്ത് ഈ വചനം ഘോഷിച്ചതും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്നു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഈ സ്ഥലത്ത് കടന്നു വന്ന് കർത്താവിന്റെ വചനം ഇവിടുന്ന് ഘോഷിക്കുവാൻ കർത്താസന്മാരെ ഇവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. കർത്താവെ, അവിടുത്തെ മഹാസ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു.
കർത്താവെ ദേശത്തോട് സംസാരിച്ച അവിടുത്തെ വചനം കർത്താവെ അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായി തീരണമേ. ഈ ദേശം അനുഗ്രഹിക്കപ്പെടണമേ കർത്താവെ. ഇവിടെയുള്ള ഭവനങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടണമേ. തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. സ്തോത്രം. കർത്താവിന്റെ വചനത്താൽ ഓരോരുത്തരെയും എവിടുന്ന് നിയന്ത്രിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വീണ്ടും അടിയങ്ങൾ കർത്താവെ പല സ്ഥലങ്ങളിലും അങ്ങനെ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവിന്റെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദിയോട് സ്തോത്രം. കടന്നു വന്ന സഹോദരന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് കടന്നു പോകുന്നുവെങ്കിലും അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കർത്താവ് ഈ ദേശത്തിന്മേൽ ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. പൂർണ്ണമായും അക്കരങ്ങളിലേക്ക് തരുന്ന പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവിന്റെ രക്ഷിതാവായ യേശു കർത്താവിന്റെ നാമത്തിൽ കൃപയുണ്ടായി കേൾക്കുമാറാകണം പിതാവേ. ആമേൻ.